സോ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്ലോൺ ആപ്സ് ആക്ടിവേറ്റ് ചെയ്യുക നമ്മുടെ റെഡ്മി ഡിവൈസസിൽ. പണ്ട് ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സെറ്റിങ്സിൽ. ഇപ്പോൾ ആ ഓപ്ഷൻ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ലോഞ്ചർ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. 1 MB സംതിങ് ആണ് ഇതിൻ്റെ സൈസ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്കിവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സെർച്ചിൽ പോവുക. നമുക്കിവിടെ ഡ്യുവൽ ആപ്സ് അല്ലെങ്കിൽ ക്ലോൺ ആപ്സ് സെർച്ച് ചെയ്യുക. ഡ്യുവൽ ആപ്സ് സെർച്ച് ചെയ്താൽ വരുന്നുണ്ടോ നോക്കട്ടെ. ഇപ്പോൾ ഡ്യുവൽ ആപ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒന്നും കാണാനില്ല. സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി ലോഞ്ചർ. ഒന്നുകൂടി ബാക്ക് പോവുക. ബാക്ക് പോയിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്യുക ഡ്യുവൽ ആപ്സിൻ്റെ മേലെ തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഇപ്പോൾ നമുക്ക് വാട്സാപ്പിൻ്റെ ഡ്യുവൽ ആപ്സ് ക്രിയേറ്റ് ചെയ്യണോ, ഇൻസ്റ്റഗ്രാമിൻ്റെ ഡ്യുവൽ ആപ്സ് ക്രിയേറ്റ് ചെയ്യണോ, ഫേസ്ബുക്കിൻ്റെ, ട്രൂ കോളർ, ടെലിഗ്രാം, ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പ് ഒരു ഡ്യുവൽ ആപ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരാം. ഇപ്പോൾ ഇവിടെ ഡ്യുവൽ ആപ്സ് ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ ടേൺ ഓൺ ചെയ്യുക. അപ്പോൾ ക്രിയേറ്റിംഗ് ഡ്യുവൽ ആപ്സ് സക്സസ്ഫുള്ളി. അപ്പോൾ നമുക്ക് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡ്യുവൽ ആപ്സായി കാണാണ്ട് വാട്സാപ്പിൻ്റെ. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ റെഡ്മി ഫോണിൽ ഡ്യുവൽ ആപ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്